ഈ ലോക കേരള സഭയുടെ 4ാം പതിപ്പാണല്ലോ വരാൻ പോകുന്നത്. കേരളം കടക്കെണിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വീണ്ടും ഒരു ദൂർത്തിലേക്ക് പോകണം. അതായത് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് കേരളം കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ്. അതായത് നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം കെടുകാര്യസ്ഥത കാണിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതായത് കടക്കെണിയുടെ വക്കിൽ വരെ എത്തത്തക്ക രീതിയിൽ കടം വാങ്ങി കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും ഒരു കിഴിവ്, അതായത് കൂടുതൽ കടമെടുത്തോളൂ എന്ന് പറയുക. ഇപ്പൊ 37,512 കോടി രൂപയാണ് ഈ 2024-25 വർഷം കേരളത്തെ കടമെടുക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അത് പക്ഷേ ഇതുവരെയും അതിനുള്ള പച്ചക്കൊടി കാണിക്കാത്തത് കൊണ്ട് ആ കട വിപണിയിലേക്ക്, അതായത് ബോറോയിങ് ചെയ്യേണ്ട വിപണിയിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ ഇത് കാണിക്കാതിരിക്കുന്നത്, ഈ പച്ചക്കൊടി കാണിക്കാതിരിക്കുന്നത്? ഒരു പക്ഷേ പച്ചക്കൊടി കാണിക്കാത്തത് കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും പോലെ ബജറ്റിന് പുറത്ത് എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് കടം കൊള്ളുന്ന ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിന്റെ ഒക്കെ കടം ഏതുവരെ ഉണ്ട് എന്നൊക്കെ പഠിച്ച് അതിൽ നിന്നൊക്കെ എന്തോ ഒരു വെട്ടിക്കിഴിവ് വരുത്തണം. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 37,512 കോടി ഈ ധനവർഷത്തിൽ കടമെടുക്കാവുന്ന, അതിൽ നിന്ന് എന്തുമാത്രം വെട്ടിക്കുറയ്ക്കണം, അതിൽ നിന്ന് എത്ര കോടി വരെ ഡിസംബറിന് മുൻപ്, അതായത് ഡിസംബർ 2024 മുൻപ് കടമെടുക്കാൻ അനുവദിക്കാം. ഇങ്ങനെ ഓരോ ക്വാർട്ടറിൽ എത്ര എടുക്കാം, ആ തരത്തിലാണ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ റിസർവ് ബാങ്കും ഒക്കെ നമ്മളെ സഹായിക്കുന്നതും കണ്ടീഷൻസ് ഒക്കെ ഉപാധികളൊക്കെ വയ്ക്കുന്നതും. അപ്പൊ അങ്ങനെ കഠിനമായ ഉപാധികളോടെ കേന്ദ്ര ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നു. 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരിക്കുകയാണ്. ഇപ്പൊ 7ാമത്തെ മാസമാണ്. അതായത് കഴിഞ്ഞ ബജറ്റിൽ എന്ന് വെച്ചാൽ 2024-25 ബജറ്റില് ബജറ്റ് അവതരണ വേളയിൽ തന്നെ ധനമന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഇനി വരുന്ന വർഷം എല്ലാം, അതായത് ഈ കുടിശ്ശിക കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും അതത് മാസത്തെ പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുക്കുമെന്നാണ്. പക്ഷെ അതിനുശേഷം ഇലക്ഷൻ പ്രമാണിച്ച് ഒരു പ്രാവശ്യത്തെ കുടിശ്ശിക കൊടുത്തതല്ലാതെ ബാക്കി ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ 7 മാസത്തോളം കുടിശ്ശിക കിടക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഈ 1,600 രൂപ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമാണോ? അതായത് സാധാരണക്കാർക്ക് അത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ അത് വെച്ച് കണക്ക് താരതമ്യപ്പെടുത്തേണ്ടത് വില നിലവാരവുമായിട്ടാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്തിടെ പുറത്തിറക്കിയ വില നിലവാര സൂചിക അനുസരിച്ച്, അതായത് നമുക്ക് ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി 4-നും 6-നും ഇടയ്ക്ക് ഉപഭോക്തൃ വില സൂചിക നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഭക്ഷ്യവിലയുടെ സൂചിക 8.7-ലെത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമുക്കറിയാം, എനിക്കൊരു വീട്ടമ്മയായ എനിക്കറിയാം, ഉള്ളി മുതൽ എല്ലാ സാധനങ്ങളും, അതായത് നിത്യോപയോഗ സാധനങ്ങൾ, ഒരു വീട്ടിൽ ഉപയോഗിക്കേണ്ട നിത്യോപയോഗ ഭക്ഷ്യ സാധനങ്ങൾക്ക് മുഴുവനും അങ്ങേയറ്റം വിലയാണ്. പക്ഷെ വില കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉള്ളി കൂടാതെ നമുക്ക് കഴിയാൻ പറ്റില്ല. അങ്ങനെയാണ് ഓരോ ഉൽപ്പന്നത്തിന്റെ അത്ര അസെൻഷ്യൽ ആയിട്ട് പയറുവർഗ്ഗങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ട് കൂടിയേ പറ്റൂ. ഇതിന്റെ ഒക്കെ വിലയാണ് ഈ 8.7% വരെ ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ യഥാർത്ഥ ഉയരത്തിൽ വിലകൾ നിൽക്കുന്നു. ഈ 1,600 രൂപ കിട്ടിയിട്ട് വേണം ജീവൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതായത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോ നേരത്തെ ഗവൺമെന്റ് പറഞ്ഞിരുന്നു 13 ഉൽപ്പന്നങ്ങൾ, അവശ്യ സാധനങ്ങൾ സപ്ലൈകോ വഴി കൊടുക്കുമെന്ന്. ആ അവശ്യ സാധനങ്ങളില് ഇപ്പൊ 5-6 ഐറ്റമാണ് സപ്ലൈകോ വഴി കൊടുക്കുന്നത്. അത് തന്നെ അന്ന് നിശ്ചയിച്ചിരുന്ന വിലയുടെ 2 ഇരട്ടി 3 ഇരട്ടി വില വർദ്ധിപ്പിച്ചു, ഗവൺമെന്റ് തന്നെ വർദ്ധിപ്പിച്ചു. എന്നിട്ട് പോലും ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ല. പഞ്ചസാര കഴിഞ്ഞ ഓണത്തിന് ശേഷം കിട്ടിയിട്ടില്ലെന്നാണ് റേഷൻ വ്യാപാരികളും അതുപോലെ ഉപഭോക്താക്കളും പറയുന്നത്. അങ്ങനെ വറുതിയുടെ ഒരു കാലത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് 2.5-3 കോടിയോളം 4ാം ലോക കേരള സഭ നടത്തിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നത്, മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ ഇത് ഇത്ര ഈസി ആയിട്ട് നിസ്സാരമായിട്ട് കാണാവുന്ന ഒന്നാണോ? നമുക്ക് പ്രവാസികളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ
ഈ ലോക കേരള സഭയോട് നാം വിമുഖത കാണിക്കുന്നത്? അല്ല. കാരണം ഈ ലോക കേരള സഭ എന്ന് പറയുന്നത് തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഞാൻ സുപ്രീം കോടതിയിലെ തന്നെ ഒരു ബഹുമാന്യനായ അഡ്വക്കേറ്റിനോട് ചോദിച്ചു, ഇങ്ങനെ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലാണോ? അല്ല. അദ്ദേഹം തീർത്തു പറഞ്ഞു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിചാരിക്കുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ഈ ലോക കേരള സഭ കൂടുതൽ തടയാനൊക്കും. പക്ഷെ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ശ്രമിക്കുന്നില്ല? അത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ ഇലക്ഷൻ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇലക്ഷന്റെ അന്ന് രാവിലെ ഒരു പ്രമാണിയായ പാർട്ടി മെമ്പർ അദ്ദേഹത്തിന് BJPയുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞതൊക്കെ നമുക്കറിയാം. അതൊക്കെ BJPയിലേക്ക് വോട്ട് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ BJPയുടെ ഒരു B ഗ്രൂപ്പായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഇഷ്യൂസ് ഒന്നും മുകളിലേക്ക് പൊങ്ങി വരാത്തത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ ഈ ലോക കേരള സഭയൊക്കെ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ലോക കേരള സഭ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിന്റെ ആദ്യത്തെ സമ്മേളനം നടത്തുമ്പോൾ തന്നെ വിലക്കിയേനെ. കാരണം അന്നും സംസ്ഥാന ഗവൺമെന്റ് ധനപ്രതിസന്ധിയിൽ തന്നെയാണ്. അങ്ങനെ വലിയ ധനപ്രതിസന്ധിയിൽ ഇരിക്കുന്ന ഒരു സംസ്ഥാനം ലോക കേരള സഭ എന്ന് പറഞ്ഞ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ച് ഇങ്ങനെ വലിയ ചെലവ് വരുത്തിക്കൊണ്ട്, നമുക്കറിയാം ഒന്നാം ലോക കേരള സഭ നടത്തുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ചെയ്തത്? 16 കോടി രൂപ വകയിരുത്തിയാണ് ആ സമ്മേളനം നടത്താനുള്ള ഒരു വേദി ഒരുക്കിയത്. 16 കോടിക്ക് എടുത്തെങ്കിലും അത് മുഴുവൻ ചെലവായില്ല എന്ന് പറയുന്നു. നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെ എന്തായാലും 9 കോടി 10 കോടിയൊക്കെ ചെലവഴിച്ച് ഒരു ഹാൾ നിർമ്മിക്കുന്നു. ആ ഹാളിൽ രാജകീയ കസേരകളും സൗകര്യ ആസ്ഥാനങ്ങൾ വെക്കുന്നു. അങ്ങനെയാണ് ലോക കേരള. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണ് ഈ ലോക കേരള സഭ നടത്തുന്നത് എങ്കിൽ അതാർക്ക് വേണ്ടിയാണ്? അതായത് പ്രവാസികളായി പ്രവാസ ലോകത്തുള്ള മലയാളി ചക്രവർത്തിമാര് അങ്ങനെയുള്ളവരാണ് ഈ കസേരകളിലൊക്കെ ആസനസ്ഥരാകുന്നത് ലോക കേരള വേദിയില്, ലോക കേരള സഭയുടെ വേദിയില്. അതായത് അവിടെ വലിയ നിലയില്, അതുകൊണ്ടാണല്ലോ ടൈം സ്ക്വയറിൽ വെച്ച് 3-ാം ലോക കേരള സഭ നടത്തിയപ്പോൾ സ്പോൺസർഷിപ്പ് പരിപാടിയിലൂടെയാണ് ഫണ്ട് കളക്ട് ചെയ്തത്. അപ്പൊ 1 കോടിയായിരുന്നു ഡയമണ്ട് സ്പോൺസർഷിപ്പിന്. അങ്ങനെ 1 കോടി മുതൽ താഴേക്ക് വന്ന് എന്തായാലും വലിയ ധനികരായിട്ടുള്ള പ്രവാസികൾക്ക് മാത്രമാണ് ഈ സ്പോൺസർഷിപ്പ് എടുത്ത് ആ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നത്. അപ്പോൾ ഈ ലോക കേരള സഭ നടത്തുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയല്ല, വലിയ പ്രതാപികൾക്ക് വേണ്ടിയാണ്. അതായത് വലിയ ബിസിനസ് രംഗത്തൊക്കെ ശോഭിച്ചു നിൽക്കുന്ന ആൾക്കാര്, അവർക്ക് സാധാരണ പ്രവാസികൾ അവരുടെ തൊഴിലാളികളാണ് അവിടെ. അപ്പൊ ഈ സാധാരണ പ്രവാസികൾ തൊഴിലാളികളായിരിക്കെ ആ തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടി ഈ പ്രവാസി മേലാളന്മാർ സംസാരിക്കുമോ? നിയമനിർമ്മാണം അല്ല എന്തെങ്കിലും ശുപാർശകളെങ്കിലും കൊടുക്കുമോ? ഒന്നും കൊടുക്കില്ല. അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയാളികളായ പ്രവാസികളെ എത്ര കണ്ട് ചൂഷണം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ അത്ര കണ്ട് ചൂഷണം ചെയ്യാനേ ശ്രമിക്കൂ. അതല്ലാതെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും ഈ ലോക കേരള സഭകളിൽ ഉണ്ടാവില്ല.